അയ്യോ എന്താ ഇത്? അങ്കണമാർമണി മൗലികളാങ്ങൾ തമ്മിൽ കലഹിക്കേ വല്ലഭന്മാരെ കൊണ്ടില്ലാത്ത ദൂഷണം ചൊല്ലി കലഹിക്കേ ചൊല്ലി കലഹിക്കേ. ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും തങ്ങളിൽ ഭേദമില്ല. ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും തങ്ങളിൽ ഭേദമില്ല. തങ്ങളിൽ ഭേദമില്ല. എത്രയുമേറ്റം അരച്ചു കുറച്ചു വൃദ്ധൻ വാക്കുകൾ കേൾക്കറിങ്ങൾ. അങ്കണമാർമണി മൗലികളാങ്ങൾ തമ്മിൽ കലഹിക്കേ തമ്മിൽ കലഹിക്കേ. അല്ല ഈ മുത്തശ്ശി ആരാണാവോ? എനിക്കറിഞ്ഞൂടാ. നിനക്കറിയോ? എനിക്കറിയില്ല. ആ മുത്തശ്ശി മുത്തശ്ശി ഏതാ? എന്തിനാ ഇതുവഴി വന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നെ ഇടപെടുന്നത്? എന്റെ കുഞ്ഞു മക്കളെ, മുത്തശ്ശിക്ക് 2 സന്തതി കുഞ്ഞുങ്ങളുണ്ട്. കാണാൻ കൊതിച്ചിരുന്നിട്ട് പൂർണ്ണത്രയീശനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായതാ 2 എണ്ണം. അവര് 3 മണിയായപ്പോ ഇങ്ങോട്ട് പോകുന്നതാ. നീ വരാതെ തൊഴണം, പുറത്തിയായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാ. അല്ല, ഈ 2 മക്കൾ മാത്രമേ മുത്തശ്ശിക്കുള്ളൂ? 2 എണ്ണമല്ല, അതാ ഇരിക്കുന്ന കമ്പിളി കേൾക്കുമ്പോൾ നോക്കിക്കേ, ഇത് മുഴുവൻ മുത്തശ്ശിയുടെ മക്കൾ. മുത്തശ്ശിയുടെ കൂടെ മറ്റാരും വന്നില്ലേ? മുത്തശ്ശിയുടെ കൂടെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു. തിരക്കിനെവിടെ ഈ ഇടയ്ക്ക് എവിടെയോ പെട്ടുപോയതാ. അതോ ഇനി ആനയുടെ പുറകെ നടക്കുവാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഭർത്താവ് ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. നോക്കട്ടെ. ഇരിക്കുന്നു മൂലയ്ക്ക്. ഇരിക്കുന്നു സുന്ദരനാ. എങ്ങനെയുണ്ട്? നല്ല പ്രായത്തിൽ കാണാൻ മുടുക്കനായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ ഈ തിരക്കിനിടയ്ക്കൊക്കെ ഒന്ന് ഊണ്ട് കയറി വല്ല പെൺപിള്ളേർക്കിട്ടും തോണ്ടും അവരോരോന്നും കൊടുക്കും. ഈ പ്രായമായ ഒരു ചെറിയ പ്രശ്നമുണ്ട് മക്കളെ. ഞാനതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 7-ാം കൂട്ടത്തിൽ പോയി കയറല്ലേ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാനാണെങ്കിൽ 2 വാതിലേ ഉള്ളൂ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആനയുടെ അടുത്തേക്ക് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എവിടെയെങ്കിലും കാണും. പിന്നെ മുത്തശ്ശിയുടെ മക്കൾ ഭർത്താവിൻ്റെ പേരെന്താ? ഭർത്താവ് മതി മക്കളെ മതി. പിന്നെ കൊള്ളാം, നന്നായിരുന്നു കേട്ടോ.